Hello friends, welcome to Kettle&Krafts. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പനീറിൻ്റെ ബിരിയാണിയാണ്. അതെന്താ വെച്ചാൽ എനിക്ക് പനീർ കുറച്ച് കിട്ടി. പനീർ കുറച്ച് കിട്ടാൻ കാരണം വെച്ചാൽ പാല് തിളപ്പിച്ചപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പിരിഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ പിഴിഞ്ഞ് പനീറാക്കി എടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി നമുക്കിന്ന് പനീർ ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കാഷ്യൂ ഉണ്ടായിരുന്നു, കപ്പലണ്ടി ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി അരച്ചിട്ട് നമ്മൾ കുറച്ച് ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി ഉണ്ടാക്കി. അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പെട്ടെന്ന് നമുക്കൊരു ഗസ്റ്റ് കയറി വന്നെങ്കിൽ നമുക്ക് പനീറോ അല്ലെങ്കിൽ ഇതുപോലെ വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഇത് എല്ലാവരും കണ്ടു നോക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. എല്ലാവരും വീഡിയോ ഫുള്ള് കാണണം, എന്നിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യണം. പനീർ ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ പനീറാണ്. ഞാനൊരു ഹോം മെയ്ഡ് പനീർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. 3 സവാള അരിഞ്ഞത് വേണം, കുറച്ച് പച്ചമുളക് വേണം, ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് ആണിത്. പിന്നെ ഇതിൻ്റെ മെയിൻ സാധനം എന്താണെന്ന് വെച്ചാൽ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കശുവണ്ടിയും കപ്പലണ്ടിയും കൂടി അരച്ച പേസ്റ്റാണ് ഇത്. ഒരു കപ്പ് വേണം. അതുപോലെ തന്നെ 3 തക്കാളി അരച്ച പ്യൂരിയാണ്, ടൊമാറ്റോ പ്യൂരിയാണ്, അത് അരച്ചതും. പിന്നെ ബട്ടറും നെയ്യും. ഇതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, വേറെ എണ്ണയൊന്നുമല്ല എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ വേണം, ജീരകപ്പൊടി 1/4 ടീസ്പൂണ്, മല്ലിപ്പൊടി 2 ടീസ്പൂണ്, മുളക് പൊടി 2 ടീസ്പൂണ്, ഇത് ഏലക്ക പൊടിച്ചത് 1/4 ടീസ്പൂണ്, ജീരകം 1/4 ടീസ്പൂണ്, ഇത് വയണയില ചെറിയൊരു പീസ്, പെരുംജീരകം 1/4 ടീസ്പൂണ്, പിന്നെ ഗരം മസാല വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്, അത് 1 ടീസ്പൂൺ. പിന്നെ നമുക്ക് പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടി വേണ്ടതാണ് കോൺഫ്ലവർ കുറച്ച് വേണം. അപ്പോൾ ഇനി നമുക്ക് പനീർ മാരിനേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ബിരിയാണി അരി വേവിച്ചതാണ് ഇത്. ബിരിയാണി അരിക്കകത്ത് ആ പെരുംജീരകവും പിന്നെ വയനയിലയും കൂടി ഇട്ട് വേവിച്ച് വെച്ചതാണ്. ഇത് തണുപ്പിച്ച് വെച്ചേക്കുവാണ് ഞാൻ. നമുക്ക് ആവശ്യത്തിന് ചോറെടുത്താൽ മതി. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ 4 പേർക്കുള്ള ഇതാണ് എടുക്കുന്നത്. കുറച്ച് കൂടുതൽ വേവിച്ച് വെച്ചെന്നുള്ളൂ. തണുത്തിട്ടുണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് വരുന്നത്. ഇനി നമുക്ക് പനീർ മാരിനേറ്റ് ചെയ്യണം. പക്ഷേ എന്ന് വെച്ചാൽ എല്ലാവരും ഫ്രൈ ചെയ്യാതാണ് പനീർ ഉണ്ടാക്കുന്നത്. പക്ഷേ എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടമേ അല്ല. അപ്പം ഞാൻ എന്താ വെച്ചാൽ ക്രിസ്പി ആയിട്ടിരിക്കണം. അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പനീറിനകത്ത് കുറച്ച് കോൺഫ്ലവർ ഇട്ടതിന് ശേഷം നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷമാണ് അതിനകത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചെയ്യുന്നത്. പിന്നെ കുറച്ചുകൂടെ ക്രിസ്പിയായിട്ട് വേണമെങ്കിൽ കുറച്ച് 1 സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് നല്ല ക്രിസ്പിയായിട്ട് കിട്ടുമെങ്കിൽ അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് അത് ആദ്യം എന്താ ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലവർ ഇട്ടു. കോൺഫ്ലവർ അങ്ങ് ഇട്ടു, 2 സ്പൂൺ കോൺഫ്ലവർ, ഉപ്പ് ഒരു ആവശ്യത്തിന് ഇട്ടു. അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടിയും ഇട്ടു. ഇട്ടതിന് ശേഷം നമ്മൾ കൈ കൊണ്ടൊന്നും ഇളക്കാൻ നിൽക്കേണ്ടത്, ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇതിലെല്ലാം അങ്ങ് പിടിച്ചോളും. റെഡിയായി. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്യാം. നമുക്ക് എണ്ണ ഒഴിക്കാം. കുറച്ച് ബട്ടറൂടെ ചേർക്കാം. കുറച്ച് ബട്ടർ ചേർത്തിട്ട് ആദ്യം നമുക്കിതിനെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തതിന് ഡീപ്പ് ഫ്രൈ ചെയ്തേക്കുന്നത് പെട്ടെന്നായി നമുക്കിനി അതിനെ മാറ്റിയെടുക്കണം, എടുത്ത് വയ്ക്കണം. ഇത് നമുക്ക് ബാക്കിയുള്ള കുറച്ച് നെയ്യ് ഒഴിച്ച് ആവശ്യത്തിന് എണ്ണ ചേർക്കുക. ബട്ടറും കുറച്ച് ചേർത്തതിന് ശേഷം ജീരകം ഇട്ട് പെരുംജീരകവും ഇട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ എണ്ണ ചൂടായി കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി. ഇനി നമുക്ക് സവാള ഇടാം. കുറച്ച് ഉപ്പിട്ടിട്ട് ചെയ്യാം. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി അങ്ങ് ആദ്യം ചേർക്കുവാണ്.
ചേർത്തിട്ട് നല്ലതായിട്ട് നമുക്കിതിനെ വഴറ്റിയെടുക്കാം. ഇഞ്ചിയും ഇതിട്ടില്ല, പച്ചമുളക് ഇടുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചത് 1.5 സ്പൂൺ ഇട്ടു. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് അതും വഴറ്റണം. ഇനി നമുക്ക് ടൊമാറ്റോ പൂരി ഇടാം. ഒഴിച്ചിട്ട് അത് ഇതുപോലെ നല്ലതായിട്ട് ഇളക്കണം. ഇളക്കിയിട്ട് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പൊടികളെല്ലാം ചേർക്കാം. ഏലക്കാപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, എല്ലാ പൊടികളും ചേർക്കാം. ഗരം മസാലയും ജീരകപ്പൊടി എല്ലാം ചേർത്തിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഇതേപോലെ ഇളക്കണം. പച്ചമണം മാറുന്ന ഇത് എല്ലാം വറുത്ത് പൊടിച്ച പൊടികളാണ്, എന്നാലും നല്ലതായിട്ട് വേണം. കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തു. ഒന്ന് വഴറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് കശുവണ്ടിയും കപ്പലണ്ടിയും കൂടി അരച്ചത് നമുക്ക് ഇതിനകത്തോട്ട് പേസ്റ്റ് ചേർക്കാം. അതുപോലെ ഒന്ന് വഴറ്റി വരട്ടെ. നിറച്ച് വയ്ക്കുക, ഒന്നും ആയിക്കോട്ടെ. ഇതായി. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ തൊട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പനീർ ഇടാം. ഇത് നമുക്കൊന്നുകൂടെ ഒന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ കശുവണ്ടി ഇതിലടി അരച്ചപ്പം കിട്ടിയ വെള്ളമാണ്, അത് നമുക്കൊന്ന് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കാം. എന്നാലും കുറച്ച് വെള്ളവും കൂടി വേണം നമുക്ക്. പിന്നെ കുറച്ച് വെള്ളവും കൂടി നമുക്ക് ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഇത്രയും വെള്ളം ചേർത്ത് നമുക്ക് നല്ലതായിട്ട് ഇനി ഒന്ന് നമുക്ക് കുറച്ച് വറ്റിച്ചെടുക്കണം. നമുക്ക് മസാല എല്ലാം കൂടിയായി നമുക്ക് വറ്റിച്ചെടുക്കാം. ഇത്രയും വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് നാരങ്ങ വേണം, ഒരു നാരങ്ങയുടെ നീര് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ട ചോറ് നമുക്കിതിൻ്റെ മുകളിലോട്ട് തന്നെ ഇടാം. ചോറ് ഇതുപോലെ ആവശ്യത്തിന് ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കണം. കുറച്ച് നെയ്യ് കൊണ്ട് നമുക്ക് അധികം വന്ന് നമ്മുടെ ബട്ടറൂടെ ചേർത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ചെറുതായിട്ടിങ്ങനെ അടി ഇതാവാതെ നിന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. തീ കുറച്ചേ ഇടാവൂ. ഇതേപോലെ നമ്മൾ ആക്കി വെച്ചാൽ മതി. നെയ്യ് വേണ്ടവർക്ക് നെയ്യ്, ബട്ടർ വേണ്ടവർക്ക് ബട്ടർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം. ആവി വരാൻ പാടില്ല. ആവി പോവാതിരിക്കാൻ വേണ്ടി ഗ്രാമ്പ് വരണത് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ. ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡിയായി. നല്ല ടേസ്റ്റി ഹെൽത്തി ബിരിയാണി. കണ്ട റെഡിയായത്. നമ്മൾ അങ്ങനെ വെച്ച് അടച്ചു ഇതാക്കി. അപ്പോൾ നോക്കിയാൽ അതിൻ്റെ സ്റ്റീമിൽ തന്നെ ഫുള്ളെല്ലാം അടിയിൽ കിടന്ന ആ ഗ്രേവി എല്ലാം മുകളിൽ വരികയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടിപ്പ് എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് എന്താണെന്ന് വെച്ചാൽ, ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനീർ തന്നെ പറയാം. എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ പറഞ്ഞു 2 കവർ നമ്മൾ മിക്കവാറും പേർക്ക് എല്ലാവർക്കും പാല് ചിലപ്പം ചീത്തയെന്ന് പറഞ്ഞാൽ പാലിങ്ങനെ ചൂടാക്കുമ്പോൾ പിരിയുമല്ലോ. അപ്പോൾ എല്ലാവരും എടുത്ത് കളയാൻ നിൽക്കരുത്. നാരങ്ങ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിനീഗറോ നാരങ്ങയോ ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്തോട് പിരിഞ്ഞ് വരുമ്പം തന്നെ നല്ല ഒന്ന് പിഴിഞ്ഞതിന് ശേഷം കുറച്ച് വറ്റിച്ചതിന് ശേഷം നമുക്ക് ഇത് സെപ്പറേറ്റ് മാറി വരും. അന്നേരം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ അതൊരു പിന്നെ തുണിയിലോട്ട് എടുത്തിട്ട് ഒരു കല്ലോ എന്തെങ്കിലും എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു നല്ല കട്ടിയുള്ള പാത്രം എടുത്തെങ്കിൽ നമുക്ക് പനീറാക്കി കിട്ടാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും നല്ലത്. വെറുതെ പാല് ആരും കളയാൻ നിൽക്കേണ്ട. ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്തു. ഞാൻ ഇതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്.